ആദിനാൻ്റെ സിസ്റ്റം. ആദിനാൻ എൻ്റെ ബ്രദറാണ്. അവൻ ഈ സിസ്റ്റത്തിലാണ് കുറേ വർഷം കൊണ്ട് വാലറന്റ് കളിക്കുന്നത്. യൂട്യൂബിൽ ലൈവൊക്കെ ഇടുന്നെങ്കിൽ അത് വലിയ മെച്ചമൊന്നുമില്ല. സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതല്ലാതെ വേറൊന്നിനും അപ്ഗ്രേഡിങ് ഇല്ല. അതിനുശേഷം എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഇൻറ്റേൺഷിപ്പ് ആണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി തീർക്കണമല്ലോ. 500 പേപ്പർ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെയും 50 പേപ്പർ പോലും ആയില്ല ഗൈസ്. എഴുതി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം ഇൻറ്റേൺഷിപ്പിനൊക്കെ ലേറ്റായിട്ട് പോയി മിസ്സിൻ്റെ വായിന്ന് കുറേ വഴക്കൊക്കെ കേട്ടതിന് ശേഷം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടും ഒരേ റൂട്ടായതുകൊണ്ട് തന്നെ സെയിം ബസ് പിടിച്ച് പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിയാണ് ഇത്. അതിനുശേഷം ബസ്സൊക്കെ പിടിച്ചങ്ങ് വീട്ടിൽ പോന്നു. പിന്നെ യൂട്യൂബിലിടാൻ വേണ്ടി കണ്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് കൂടുതൽ ലെങ്ത്തൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയൊക്കെ പോകുന്നു, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ബസ് പോകുന്നു. ഇതൊക്കെ ഞാൻ ആദ്യം വിചാരിച്ച എൻ്റെ ഇംഗ്ലീഷ് ആക്സെൻറ്റിൽ വല്ലതൊക്കെ പറഞ്ഞിടാമെന്നാണ്. പക്ഷേ അതങ്ങ് ഡിമ്മായിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ ആക്സെൻ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആകെ ഫുള്ള് മഴയായി. മഴ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം ഫുള്ള് വേനലല്ലേ. പക്ഷെ വേനലാണ് സമ്മറാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് എൻ്റെ പൂച്ച കറുത്തമുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചകത്ത് കയറി വരാൻ അറിഞ്ഞോട് അത് പുറത്ത് കൂടിയും കിടന്ന് അതിൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ഉമ്മ എന്താക്കി അത് എവിടെയാണ് കിടക്കുന്നതെന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും ഗ്രില്ലിൽ തന്നെ ഉണ്ടായിരുന്നത്. അത് ചാടി വരാമെന്നതേ ഉള്ളൂ, പക്ഷെ അതിന് മടിയാണല്ലോ. അതുകൊണ്ട് എന്താക്കി എൻ്റെ ഉമ്മ കീയൊക്കെ പോയെടുത്ത് അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അപ്പോൾ അത് അകത്ത് കയറി വന്നു, ഹാപ്പിയായി. ഞാൻ പോകുന്ന വഴിക്ക് ഒരു ആനയെ കണ്ടു. ആന ഇപ്പോൾ കാണുന്ന സ്ഥിരമാണ്, എന്താണെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ജിയോ മാർട്ടിൽ നിന്നാണ് ഞാൻ സാധാരണ ഓർഡർ ആക്കാറ്. കടയിൽ പോകുന്നതിന് കുറച്ച് ദൂരമുണ്ട്, ഒരു 500 മീറ്റേഴ്സ്. പിന്നെ ജിയോ മാർട്ടിൽ നിന്ന് മിക്ക സാധനങ്ങളും ഞാൻ മേടിക്കാറ്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, നല്ല പാക്കിംഗ് ആണ്. ഒരു 15 മിനിറ്റിൽ തന്നെ ഡെലിവറി ചെയ്യും. അതിനുശേഷം ഞാൻ കുറച്ച് റൈസും പിന്നെ ഫിഷ് വെച്ചിട്ട് പൂച്ചയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യായിരുന്നു. ഞാൻ അങ്ങനെയാണ് സ്ഥിരം കൊടുക്കാറ്. പിന്നെ ചില ടൈം കുറച്ച് ക്യാരറ്റൊക്കെ കൂടെ ആഡാക്കി കൊടുക്കും. പിന്നെ മീൻ മാത്രം എന്തായിരുന്നാലും ഞാൻ കൊടുക്കാറില്ല. ഇല്ലെങ്കിൽ ഞാൻ ക്യാറ്റ് ഫുഡ് മാത്രമേ കൊടുക്കും. ഞാൻ 3 നേരം ക്യാറ്റ് ഫുഡ് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. കാരണം പൂച്ചയുടെ ഹെൽത്തിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫുഡായിട്ടാണ് ഈ ക്യാറ്റ് ഫുഡ് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഹാംഫുൾ അതെന്ന് അറിയില്ല. അപ്പോൾ ഈ 3 പൂച്ചകളും ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുഡ് കൊടുത്തു. പിന്നെ എപ്പോഴും റൈസ് കൊടുക്കുന്നത് നല്ലൊരു ഫുഡല്ല. പിന്നെ മാറ്റി എൻ്റെ മാക്സിമം കൊടുക്കും. ചിലപ്പോൾ മുട്ട കൊടുക്കും, ലിവർ കൊടുക്കും, പിന്നെ ചിക്കൻ കൊടുക്കും. ഇതൊക്കെ ഞാൻ മിക്സ് ചെയ്ത് ഒന്നെങ്കിലും റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അത് മാത്രം കൊടുക്കും. എൻ്റെ പൂച്ചകളും സ്ഥിരം വീട്ടിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫുഡ് പ്രിഫർ ചെയ്യുന്നത്. പുറത്ത് പോയി വരുന്ന പൂച്ചകളാണെങ്കിൽ അവരെല്ലാ ഫുഡും കഴിക്കും, പക്ഷേ ഇവർക്ക് ഞാൻ ഇതാ കൊടുക്കാറ്. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ഗൈസ് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നെയ്യാർ ഡാം ഒന്ന് കാണാൻ പോകുമെന്ന് വിചാരിച്ചു. നല്ലൊരു ക്ലിയർ സ്കൈ ആയിരുന്നു. പിന്നെ ഞാൻ ഇത്രയും എക്സ്പ്ലോർ ചെയ്ത് നെയ്യാർ ഡാമിൽ ഞാൻ പോയിട്ടില്ല. അന്നാ മുന്നേ പോയിട്ടുള്ളത് കുഞ്ഞിൽ ഏജായിരുന്നു. കാരണം തൊട്ടടുത്തല്ലേ, അപ്പോൾ എപ്പോഴും പോകാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരിക്കും. അതില്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ തൊട്ടടുത്താണെങ്കിൽ നമ്മളവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തായിരുന്നാലും പോകാൻ പഠിക്കും. അപ്പം എൻ്റെ ഫാമിലി അന്ന് പോയില്ല. ബട്ട് ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. പിന്നെ അവിടുത്തെ ആ ഒരു ചെറിയൊരു പോണ്ടൊക്കെ വലിയ വൃത്തിയില്ലായിരുന്നു, ചെറിയ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ ഭയങ്കര ഗ്രീനറിയാണ്. കണ്ടോ, ഹസ്ബൻഡ് പേടിച്ചിരിക്കണം, എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളം ചാടിക്കൊണ്ടിരിക്കണം, അതിൻ്റെ ഒരു ഇതിലായിരുന്നു. ആ വെള്ളത്തിന് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് സോ നൈസ്. വണ്ടി ട്രിപ്പിനൊക്കെ പറ്റിയ പ്ലേസാണ് നെയ്യാർ ഡാം. നിങ്ങൾ എന്തായിരുന്നാലും വിസിറ്റ് ചെയ്യണം ഗൈസ്. ഒരു സീക്രറ്റും കൂടെ പറയാം ഗൈസ്, ഇത് കപ്പിൾസിന് പറ്റിയൊരു പ്ലേസാണ്. പ്രത്യേകിച്ച് മഴ കഴിഞ്ഞിട്ടുള്ളൊരു സമയം, ലൈക്ക് മഴ വന്ന് അതിന് ഒട്ടടുത്തുള്ള സമയം നൈസാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്ക് കിട്ടുക. നല്ല വൈബായിട്ടുള്ളൊരു പ്ലേസാണ്, മീൻസ് സൈലൻ്റാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി തൊട്ടടുത്തുള്ള തന്നെ അമ്പൂരിയിൽ നിന്ന് വിസിറ്റൊക്കെ പോയി. അമ്പൂരിയിൽ നിങ്ങൾക്കറിയാലോ, അവിടെ ഫുൾ വെള്ളമായിരിക്കും. പക്ഷെ നമ്മൾ പോയ ടൈം ഇത്രയും ചൂടായതുകൊണ്ട് തന്നെ ഫുൾ ഡ്രൈ ആയിരുന്നു പോലും അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ചെറിയൊരു വെയിലും ആ ഒരു ഡ്രൈനെസ്സും. ബട്ട് ഡ്രൈ എന്ന് പറയാൻ കഴിയില്ല, കാരണം വെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഒരു മണ്ണൊക്കെ ഒന്ന് ഡ്രൈ ആവില്ല. ലൈക്ക് ഒരു ചെളീൻ്റെ ഒരു കട്ട പോലെ പിടിച്ച് മുകളിൽ കിടക്കുക, അതേ ഒരു ടെക്സ്ചറായിരുന്നു ആ തറ മുഴുവൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രി
രാത്രി റോഡിന് നടക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഷൂട്ടൊന്നും ചെയ്തല്ല, വെറുതെ പോയി നിന്നിട്ട് അകത്ത് കയറി വന്ന്. അതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ഓക്കെ, ബൈ.